CCTV വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായ യാത്ര ഉറപ്പു നൽകുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് കുന്നംകുളത്ത് തുടക്കമായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മണ്ഡലതല ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം നടന്നത്. പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിലെ വനിതാ യാത്രക്കാർക്ക് കുന്നംകുളം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൺസി ടിക്കറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബസ്സിലെ യാത്രികർക്കായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് മധുര പലഹാര വിതരണം നടത്തി. കോൺഗ്രസ് വനിതാ ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേംരാജ്, നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, കൌൺസിലർ അനീന, സത്യഭാമ തുടങ്ങിയവർ ആദ്യയാത്രയിൽ പങ്കാളികളായി. ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറിമാരായ CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, നഗരസഭാ കൌൺസിലർ ഷാജി ആലിക്കൽ, മണികണ്ഠൻ കാട്ടകമ്പാൽ, ജയൻ മാസ്റ്റർ, ഉണ്ണി ഏറത്ത്, നെൽസൺ, റെജി മാസ്റ്റർ, KV ഗീവർ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. കുന്നംകുളത്ത് നിന്നും ദിവസേന 15-ൽ പരം ട്രിപ്പുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തുന്നുണ്ട്. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് ഈ സൗജന്യയാത്ര അനുവദിച്ചിരിക്കുന്നത്. യാത്രാ സൗകര്യമുള്ള ബസ്സുകൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പ്രിയദർശിനി സ്റ്റിക്കറുകൾ പതിച്ചിട്ടുണ്ടാകും. യാത്രയ്ക്കായി പ്രത്യേകം തിരിച്ചറിയൽ കാർഡുകളൊന്നും തന്നെ ആവശ്യമില്ലെന്നും ബസ്സിൽ കയറി കണ്ടക്ടറിൽ നിന്നും പ്രിയദർശിനി എന്ന് രേഖപ്പെടുത്തിയ ടിക്കറ്റ് കൈപ്പറ്റിയാൽ മതിയാകുമെന്നും അധികൃതർ അറിയിച്ചു. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് ഈ ആനുകൂല്യം ലഭ്യമാക്കുക. നിലവിലുള്ള നിയമപ്രകാരം സ്ത്രീകൾക്ക് 15 കിലോഗ്രാം വരെയുള്ള ലഗേജുകൾ പൂർണ്ണമായും സൗജന്യമായി ബസ്സിൽ കൊണ്ടുപോകാം. എന്നാൽ സ്ത്രീകൾക്കൊപ്പം 4 മുതൽ 11 വയസ്സുവരെയുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും സുരക്ഷിതത്വത്തിലേക്കുമുള്ള KSRTCയുടെ വലിയൊരു ചുവടുവയ്പ്പാണ് ഈ പ്രിയദർശിനി പദ്ധതി. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച UDF സർക്കാരിന് മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. എരുമപ്പെട്ടി സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി KR രാധിക, മണ്ഡലം പ്രസിഡന്റ് അനിത വിൻസെന്റ്, സജിത സുനീഷ്, ഷാജി വർഗീസ്, ഷൈനി ഫ്രാൻസിസ്, ഷീന തുടങ്ങിയവർ സംസാരിച്ചു. മിഠായി വിതരണവും നടത്തി. പോർക്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പഴഞ്ഞി സ്വദേശി മരിച്ചു. പനക്കൽ ജെബി P ജോണാണ് മരിച്ചത്. കുന്നംകുളം പാലസ് റോഡിലെ ഗോൾഡൻ അക്വേറിയം ഉടമയാണ്. കഴിഞ്ഞ ജൂൺ 5-ന് വീട്ടിൽ നിന്നും കുന്നംകുളത്തുള്ള കടയിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ പോർക്കുളം സെന്ററിൽ വെച്ചായിരുന്നു അപകടം. ജെബി സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ അജ്ഞാത വാഹനം ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിനു ശേഷം ഇടിച്ച വാഹനം നിർത്താതെ പോയി. തലയ്ക്കും ശരീരത്തിനും ഗുരുതരമായി പരിക്കേറ്റ ജെബിയെ ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അപകടമുണ്ടാക്കിയ വാഹനം കണ്ടെത്താൻ കുന്നംകുളം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മേഖലയിലെ വിവിധ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. സംസ്കാരം പിന്നീട് നടക്കും. ഷൈമി ഭാര്യയും അലീന, അനീറ്റ എന്നിവർ മക്കളുമാണ്. ഗൃഹാതുരത്വമുണർത്തി ഗ്രാമീണ നൈർമല്യത്തിൽ ഒരു സംഗീത കൂട്ടായ്മയ്ക്ക് മരുതയൂരിൽ അരങ്ങൊരുങ്ങി. മരുതയൂർ ക്ഷേത്രനടയിലുള്ള ചായക്കടയിൽ ഇനി മുതൽ ചായയും പലഹാരങ്ങളും മാത്രമല്ല, മാനസിക ഉല്ലാസത്തിന്റെ നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സംഗീതസാന്ദ്രമായ ഒരു അന്തരീക്ഷം കൂടിയാണ് വിളമ്പുക. മരുതയൂരിൽ മനോജ് വടാശ്ശേരിയും ഭാര്യയും ചേർന്ന് നടത്തുന്ന V-Star ടീ ഷോപ്പിൽ ഇനി മുതൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30 മുതൽ 10 മണിവരെ പാട്ടിന്റെ പാലാഴി എന്ന പേരിൽ ഒരു സംഗീത സദസ്സും ഉണ്ടാകും. സാംസ്കാരിക പ്രവർത്തകനും കേരള ഗവൺമെന്റ് സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ മനോഹരൻ പാവർട്ടിയുടെ ഈ ആശയം നടപ്പിലാക്കുന്നതിന് ഒരു ഗ്രാമം മുഴുവൻ ഒപ്പമുണ്ടായിരുന്നതും ഏറെ ശ്രദ്ധേയമായി. യവനിക കലാവേദിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഗീത സഭയുടെ ഉദ്ഘാടനം യുവറോണർ.in ചെയർമാനും കലാകാരനും നാട്ടുകാരനും കൂടിയായ അഡ്വക്കേറ്റ് സുജിത് ഐനിപ്പുള്ളി നിർവഹിച്ചു. യവനിക രക്ഷാധികാരി മനോഹരൻ പാവർട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാവർട്ടി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ സരിത രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി. പാവർട്ടി ലൈബ്രറി ഭരണസമിതി അംഗം ജോസൻ പാവർട്ടി, പാവർട്ടി ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ KC ഖാദർമോൻ,
തജ്നീദ് ക്ലബ് സെക്രട്ടറി അഫ്സൽ പാലുവായ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ശേഷം നടന്ന സംഗീത സഭയിൽ നാട്ടുകാരായ നിരവധി ഗായകർ പങ്കെടുത്ത സംഗീത വിരുന്നും ഉണ്ടായി. ഹനീഫ മരുതയൂർ, മൊയ്തു പവിത്രൻ, ശ്രീനിവാസൻ പണിക്കശ്ശേരി, അനശ്വര പ്രേമൻ, ഷീബ ഷാജി, അജീഷ് അമ്പാടി, ഷെഫീഖ് മരുതയൂർ, ഷെബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി മുതൽ തുടർന്നുവരുന്ന എല്ലാ ഞായറാഴ്ചകളിലും സംഘടിപ്പിക്കുന്ന സംഗീത സഭയിൽ പ്രമുഖ പിന്നണി ഗായകർ അടക്കം നിരവധി ഗായകർ പങ്കെടുക്കുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പെട്രോൾ, ഡീസൽ, പാചകവാതക വിലവർദ്ധനവിനെതിരെ CITU കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി C. സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നേതാക്കളായ PG ജയപ്രകാശ്, KA അസീസ്, സുഗു K. ഇട്ടിയച്ചൻ, TC ചെറിയാൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ഭരണകൂടത്തിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. മറ്റം യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സൊസൈറ്റി ഹാളിൽ നടന്ന ആദര ചടങ്ങ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ വാഗ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ശരത് ലൂയിസ് അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം സിമി സ്റ്റെൽസൺ മുഖ്യാതിഥിയായി. ട്രഷറർ ഗബ്രിയൽ B. കാക്കശ്ശേരി, വൈസ് പ്രസിഡന്റ് PF തോമസ്, സെക്രട്ടറി TA പ്രിൻസൺ, ഭരണസമിതി അംഗങ്ങളായ CA ജസ്റ്റിൻ, PT ആൻഡോ, MO തോമസ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ചെമ്മണ്ണൂർ 30-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് MA രാജഗോപാലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം തൃശൂർ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി. ആർത്താറ്റ് മണ്ഡലം പ്രസിഡന്റ് ഹമീദ്, കുന്നംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, KPGD ജില്ലാ സെക്രട്ടറി അഖിൽ നായർ, മുൻ മണ്ഡലം പ്രസിഡന്റ് TM വിജയൻ, മണ്ഡലം ഭാരവാഹികളായ VM രാജേഷ്, PK ഗോപാലകൃഷ്ണൻ, കമലാദേവി കൊഴുപ്പാട്ട്, രവി മുണ്ടൻതറ, ശശിധരൻ കളരിക്കൽ എന്നിവർ പങ്കെടുത്തു. അകികാവ് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SOAR 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് ജൂൺ 17 രാവിലെ 8:30 മുതൽ രാത്രി 9 വരെയാണ് നടക്കുക. സാങ്കേതിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം തിരഞ്ഞെടുത്ത എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് BTech സാങ്കേതിക വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് മേഖലയിലെ ജോലി സാധ്യതകൾ, വിവിധ കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഫാബ് ലാബുകൾ, സ്റ്റാർട്ടപ്പ്, ഇൻക്യുബേഷൻ സെന്ററുകൾ, ഇന്നോവേഷൻ സെന്ററുകൾ എന്നിവ വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും അടുത്തറിയാനുള്ള അവസരം കോൺക്ലേവിലുണ്ടായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ കേരളത്തിൽ ലഭ്യമായ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് കോൺക്ലേവ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. പ്രിൻസിപ്പൽ ഡോക്ടർ P. സുമേഷ് വേണുഗോപാൽ, കായിക വിഭാഗം മേധാവി പ്രൊഫസർ P. ബിജീഷ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ TK അൻഫസ് മുക്രം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അധ്യാപകൻ പ്രൊഫസർ VK ഹരിദാസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം അധ്യാപിക പ്രൊഫസർ മിനി ഇട്ടൂപ്പ് P എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊന്നയൂർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും തിമിരരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടത്തിയ ക്യാമ്പിന് കാരുണ്യം ചെയർമാൻ കുഞ്ഞി മുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. പ്രിവിലേജ് കാർഡ് വിതരണോദ്ഘാടനം പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി നിർവഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ധർമ്മൻ, വാർഡ് മെമ്പർ അനിത ധർമ്മൻ,
ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ PRO അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അമേരിക്കൻ മലയാളി എഴുത്തുകാരൻ അബ്ദുൾ പുന്നിയൂർക്കുളത്തെ ചടങ്ങിൽ ആദരിച്ചു. അബൂബക്കർ പാറയിൽ, റാഫി, വനിതാ വിംഗ് പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് വീട്ടുമുറ്റത്തെ മരത്തിന് മുകളിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. മുണ്ടത്തിക്കോട് സെന്ററിൽ മാങ്ങോട്ടിൽ പ്രഫുലചന്ദ്രന്റെ വീടിന്റെ വശത്തായുള്ള മരത്തിന് മുകളിലാണ് മലമ്പാമ്പിനെ കണ്ടത്. ഗൃഹനാഥൻ കാൽ കഴുകാൻ പുറത്തു കിടന്നപ്പോൾ പാമ്പ് മരക്കൊമ്പിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് വിവരമറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ പഴവൂർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ 8 അടിയോളം വലിപ്പം വരുന്ന മലമ്പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി. സെന്ററിലെ ഓട്ടോ ഡ്രൈവർമാരും സഹായത്തിനായെത്തി. ചരമം. മുതിർന്ന CPM നേതാവും മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന ബേബി ജോൺ മാസ്റ്ററുടെ ഭാര്യ ഷീല നിര്യാതയായി. 64 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് എളവള്ളി പഞ്ചായത്ത് വാതക ശ്മശാനത്തിൽ നടക്കും. മാനവൻ, ഹിമവാൻ, അങ്കന എന്നിവർ മക്കളാണ്. കുന്നംകുളം തെക്കേപ്പുറത്ത് പനക്കൽ പറമ്പിൽ കുഞ്ഞൻ മകൻ ഷാജു നിര്യാതനായി. 49 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടത്തി. അമ്മിണി മാതാവും മീര ഭാര്യയുമാണ്. സാമവേദ് മകനാണ്. വേലൂർ പരേതനായ ഒലക്കെങ്കിൽ അന്തോണി ഭാര്യ ക്ലാര നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4:30 വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറാന ദേവാലയ സെമിത്തേരിയിൽ നടത്തും. മാഗി, വിൻസെന്റ്, എൽസി, റോസിലി, അൽഫോൺസ എന്നിവർ മക്കളാണ്. മുണ്ടൂർ ഒലക്കെങ്കിൽ വർക്കി ഭാര്യ മറിയാമ്മ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 മുണ്ടൂർ കർമ്മല മാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ഡെന്നി, തോമസ്, ഡൊമിനിക്, ജോജി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.